Hi dears, welcome to a Dream Become online class. Today we are discussing BCOE 141 Principles of Marketing, Block 5, Unit 16, Advertising and Publicity. നമ്മൾ സെയിൽസ് പ്രൊമോഷനെ കുറിച്ചും അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ടൂൾസ് ആണ് അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി. ഈ അഡ്വർടൈസിങ് എന്നുള്ള ടേം അല്ലെങ്കിൽ ആ വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള അഡ്വേർട്ടറി എന്നുള്ള വാക്കിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു ടേൺ ദ മൈൻഡ്. That means the main object of advertising is to turn the mind of our target customers into our product. നമ്മൾ ഓഫർ ചെയ്യുന്ന കമോഡിറ്റി എന്താണോ ആ കമോഡിറ്റിയിലേക്ക് നമ്മളുടെ കൺസ്യൂമേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റഡ് പ്രോസ്പെക്ട് കൺസ്യൂമേഴ്സിന്റെ ശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ളതാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ അഡ്വർടൈസിങ് എന്നുള്ള ടേമിനെ പല രീതിയിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ പല രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്രഡീഷണൽ വേ ഓഫ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ concerning a product, service or idea to compel action in accordance with the intent of the advertiser. അതായത് പരസ്യം ചെയ്യുന്ന ആളുടെ ഉദ്ദേശമനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ ഒരു സർവീസിനെ കുറിച്ചോ ഒരു ആശയത്തെ കുറിച്ചോ ഉള്ള വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അഡ്വർടൈസിംഗിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ അതാണ് ചെയ്യുന്നത് എന്നാണ് ഒരു ട്രഡീഷണൽ വേ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എനി പെയ്ഡ് ഫോം ഓഫ് non-personal presentation and promotion of ideas, goods or services by an identified sponsor. അതായത് ഏതെങ്കിലും ഒരു ഐഡന്റിഫൈഡ് സ്പോൺസർ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചോ ഐഡിയയെ കുറിച്ചോ ഉള്ള വിവരങ്ങൾ എങ്ങനെ എത്തിക്കുന്നു, ഏത് രീതിയിലാണ് ചെയ്യുന്നത്, പെയ്ഡ് ഫോം ആണ്, പൈസ കൊടുത്തുകൊണ്ട് ചെയ്യുന്നു. അതിൽ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ആശയത്തിനെ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത്, നോൺ പേഴ്സണൽ ആയ രീതിയിൽ. അപ്പോൾ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഡെഫിനേഷൻസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് അഡ്വർടൈസിങ്ങിനെ കുറിച്ച് കോമൺ ആയിട്ട് ആക്സെപ്റ്റബിൾ ആയ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസിംഗ് ഈസ് എ പെയ്ഡ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ from an identified sponsor using mass media to persuade or influence audience. അപ്പോൾ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെയ്ഡ് ഫോം ആണ്, പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, നേരിട്ടിട്ട് വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം ചെയ്യുകയല്ല ചെയ്യുന്നത്, നോൺ പേഴ്സണൽ ആണ്. അതേപോലെ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ എവിടെ നിന്ന് എവിടേക്കാണ്? ഫ്രം ആൻ ഐഡന്റിഫൈഡ് സ്പോൺസർ. നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ഈ പരസ്യം ചെയ്യുന്നത്, ഇതിന് പേയ്മെന്റ് കൊടുക്കുന്ന സ്പോൺസർ ആരാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അവർ ഏത് മീഡിയ ഉപയോഗിക്കുന്നത്? യൂസിങ് മാസ് മീഡിയ. ഒരുപാട് ഓഡിയൻസിനെ ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മീഡിയയാണ് മാസ് മീഡിയ. അത് എന്തിനു വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്? ടു പെർസ്വേഡ് ഓർ ഇൻഫ്ലുവൻസ് ഓഡിയൻസ്. നമ്മളുടെ ഓഡിയൻസ് അതായത് നമ്മുടെ കൺസ്യൂമേഴ്സ് ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ നമ്മൾക്ക് പ്രേരിപ്പിക്കാൻ കഴിയണം, അതേപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം, സ്വാധീനിക്കാൻ കഴിയണം. അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒരു സർവീസിനെ കുറിച്ചോ ഒക്കെയുള്ള വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത്. അത് ഒരു പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ് എന്ന് നമ്മൾക്ക് എല്ലാ ആശയങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാം. അപ്പോൾ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമ്മൾക്ക് ഈ ഡെഫിനേഷൻ പ്രകാരം എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഇറ്റ് ഈസ് എ പെയ്ഡ് മെസ്സേജ്. നമ്മൾ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് കൃത്യമായി പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരു കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ ആണ്, അവിടെ ക്യാഷിന്റെ എലമെന്റ് വരുന്നുണ്ട്, പേയ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ പേയ്മെന്റ് ആർക്കാണ് കൊടുക്കുന്നത്? അഡ്വർടൈസർ. ആരാണോ ഈ സ്പോൺസർ പരസ്യം നൽകുന്ന ആള്, അദ്ദേഹം ഒരു മീഡിയയിൽ, നമ്മൾ എന്ത് മീഡിയ ആയിക്കോട്ടെ, പ്രിന്റിംഗ് മീഡിയ ആയിക്കോട്ടെ, ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെലിവിഷനോ മറ്റ് ഫോംസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഏതാണെങ്കിലും ആ മീഡിയയിൽ കുറച്ച് സ്പേസോ അല്ലെങ്കിൽ ടൈമോ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നു.
അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പേയ്മെന്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരു കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ ആയി നടക്കുന്നതാണ് അഡ്വർടൈസിങ്. അപ്പോൾ പ്രിന്റിംഗ് മീഡിയ ആണെങ്കിൽ, ന്യൂസ് പേപ്പറോ മാഗസിനോ ഒക്കെ ആണെങ്കിൽ അതിലൊരു കുറച്ച് പോർഷൻ, കുറച്ച് സ്ഥലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. എന്നാൽ റേഡിയോയിലോ ടി വിയിലോ ഒക്കെ ആകുമ്പോൾ ഇത്ര സമയം നമ്മളുടെ പരസ്യം കൊടുക്കുന്നതിന് നമ്മൾ കൃത്യമായി പേയ്മെന്റ് കൊടുക്കുന്നു. ആ രീതിയിൽ പെയ്ഡ് മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേ ആണ് അഡ്വർടൈസിങ്. ദെൻ രണ്ടാമതായി പറയുന്നത് എന്താ? ഇറ്റ് ഈസ് നോൺ പേഴ്സണൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പേഴ്സണൽ സെല്ലിങ്ങിന്റെ പോലെയല്ല. പേഴ്സണൽ സെല്ലിങ്ങിൽ സെയിൽസ് പേഴ്സൺ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന് ആശയങ്ങൾ കൈമാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. മാസ് മീഡിയ, ഏതെങ്കിലും ഒരു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആളുകളോട് മെസ്സേജസ് കൺവേ ചെയ്യുന്നു. അതിൽ വിഷ്വൽ ഉണ്ടായിരിക്കും, വിഷ്വൽ ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളത്. അതുപോലെ സ്പോക്കൺ ഓർ റിട്ടൺ, അത്തരത്തിലുള്ള അഡ്വർടൈസിങ് മെസ്സേജുകൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി ന്യൂസ് പേപ്പേഴ്സിലൂടെയോ മാഗസിനിലൂടെയോ റേഡിയോയിലൂടെയോ ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്ന രീതിയാണ് അഡ്വർടൈസിങ്ങിലുള്ളത്. അപ്പൊ നോൺ പേഴ്സണൽ ആണ്. ദെൻ ഐഡിയാസ്, ഗുഡ്സ് ഓർ സർവീസസ്. അഡ്വർടൈസിങ്ങിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കാം. അപ്പൊ അതിൽ ഏതിലാണെങ്കിലും, ഇപ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ടാൻജിബിൾ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സോപ്പ് പൗഡർ, ടൂത്ത് പേസ്റ്റ്, മ്യൂസിക് സിസ്റ്റം, കളർ ടി വി, അങ്ങനെ ടാൻജിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇൻടാൻജിബിൾ സർവീസസ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാവൽ, അങ്ങനെയുള്ള ഇൻടാൻജിബിൾ സർവീസ് ആയിരിക്കാം. അതുമല്ലെങ്കിൽ ഐഡിയാസ്. ഇപ്പോൾ കാർ മാനുഫാക്ചറേഴ്സ് ഒക്കെ കാറിന്റെ മൈലേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്വർടൈസിങ്ങിലൂടെ പറയുന്ന സമയത്ത് ഒരു ഐഡിയ ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തതായി പറയുന്നത് നാലാമത്തെ ഫീച്ചർ, ദർ വിൽ ബി ആൻ ഐഡന്റിഫൈഡ് സ്പോൺസർ. അവിടെ ആരുണ്ടായിരിക്കും? ഒരു സ്പോൺസർ ഉണ്ട്. ആരാണ് അതിന് പേയ്മെന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പരസ്യം ചെയ്യുന്നത്, ആ ഒരു സ്പോൺസറെ നമ്മൾക്ക് കൃത്യമായി അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അഡ്വർടൈസിംഗ് ബിയേഴ്സ് ദ സിഗ്നേച്ചർ ഇൻ ഫോം ഓഫ് എ കമ്പനി ഓർ ബ്രാൻഡ് നെയിം. ഒരു കമ്പനിയുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് ആയിരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോദ്രേജ്, ടാറ്റ, ലെക്സ്, പിയേഴ്സ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പോൺസർ നമ്മളുടെ അഡ്വർടൈസിങ്ങിൽ ഉണ്ടായിരിക്കും. ആർക്ക് വേണ്ടിയാണോ ആ മെസ്സേജ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത്, അവരാണ് അതിൻ്റെ സ്പോൺസേഴ്സ്. അപ്പം അത്രയും ഫീച്ചേഴ്സ് ആണ് അഡ്വർടൈസിങ്ങിനുള്ളത്. സോ നമ്മൾ അഡ്വർടൈസിങ്ങിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് അഡ്വർടൈസിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്? പ്രധാനമായി നമ്മൾ ഓരോ രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ഓരോ തരം ഒബ്ജക്റ്റീവ്സ് നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ ഇതിൽ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിങ് എന്നുള്ളതിനെ കുറിച്ച് അമേരിക്കൻ എക്സ്പ്രസ് കമ്പനിയുടെ ചെയർമാൻ പറയുന്നത്, ഗുഡ് അഡ്വർടൈസിങ് മസ്റ്റ് ഹാവ് 3 എഫക്ട്സ്. 3 എഫക്ട്സ് ആണ് ഉള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ. എന്തൊക്കെയാണ്? ഇൻക്രീസ് സെയിൽസ്, ക്രിയേറ്റ് ന്യൂസ് ആൻഡ് എൻഹാൻസ് ദ കമ്പനീസ് ഇമേജ്. അതായത് നല്ല പ്രോപ്പർ അഡ്വർടൈസിങ്ങിലൂടെ നമ്മൾക്ക് സെയിൽസ് വർദ്ധിപ്പിക്കാൻ കഴിയും, കമ്പനിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ കഴിയും, നമ്മളെ കുറിച്ചുള്ള നല്ല നല്ല വാർത്തകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതിനെല്ലാം അഡ്വർടൈസിങ്ങിന് സഹായിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കൻ എക്സ്പ്രസ് കമ്പനിയുടെ ചെയർമാന്റെ അഭിപ്രായം. ദെൻ ജനറലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അഡ്വർടൈസിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ടു ഇൻഫോം ടാർഗറ്റ് കൺസ്യൂമേഴ്സ്. നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ സർവീസിനെ കുറിച്ചോ ആശയങ്ങളെ കുറിച്ചോ നമ്മളുടെ ടാർഗറ്റ് കൺസ്യൂമേഴ്സിന് വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. Then to persuade target audience, അവരെ പ്രേരിപ്പിക്കാം. നമ്മുടെ കമോഡിറ്റി, നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണോ അല്ലെങ്കിൽ സർവീസ് എന്താണോ അത് വാങ്ങാൻ വേണ്ടി അവരെ പെർസ്വേഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമതായി വരുന്നത് എന്താ? ടു റിമൈൻഡ് ദ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഞങ്ങൾ മാർക്കറ്റിൽ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇത്രയും ക്വാളിറ്റിയോട് കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് അവരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ റെഗുലർ യൂസേഴ്സ് ആണെങ്കിൽ കൂടി നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് എപ്പോഴും ടി വിയിലോ ഒക്കെ പരസ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു ഉള്ളിലൊരു ബോധം ഉണ്ടാവും, ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന്. അപ്പൊ അങ്ങനെ എക്സിസ്റ്റിംഗ് കൺസ്യൂമേഴ്സിനെ ഒന്ന് റിമൈൻഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ 3 ജനറലൈസ്ഡ് ഒബ്ജക്റ്റീവ് ആണ്
ആണുള്ളത്. അപ്പൊ ഈ 3 ജനറലൈസ്ഡ് ഒബ്ജക്റ്റീവ് നമ്മൾ നേടിയെടുക്കുന്നത് പല പല സിറ്റുവേഷനിൽ പല പല രീതിയിലാണ്. അപ്പൊ എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ അഡ്വർടൈസിംഗ് എന്ന ഫംഗ്ഷനിലൂടെ ചെയ്തെടുക്കുന്നത്? ഒന്ന്, ടു അനൗൺസ് എ ന്യൂ പ്രോഡക്റ്റ്. പുതിയൊരു പ്രോഡക്റ്റോ പുതിയൊരു സർവീസോ നമ്മൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റിനെ കുറിച്ചും അതിൻ്റെ യൂസേജിനെ കുറിച്ചും എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളതിനെ കുറിച്ചും നമ്മളുടെ കസ്റ്റമേഴ്സിനെ വിവരം അറിയിക്കുക എന്നുള്ളത് നമുക്ക് ഈസി ആയി അഡ്വർടൈസിങ്ങിലൂടെ നടത്താൻ കഴിയും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ കോൾഗേറ്റിൻ്റെ വേദശക്തി എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ലോഞ്ച് ചെയ്തത് ഒരു അഡ്വർടൈസ്മെന്റിലൂടെയാണ്. അതേപോലെ തന്നെ ഫെയർ ആൻഡ് ഹാൻസം ലുക്ക്, അത് ആ പ്രോഡക്റ്റിൻ്റെയും ഓരോന്നും ഇപ്പം അതിൻ്റെ എക്സാമ്പിളൊക്കെ അതിൽ തന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ്, പേജ് നമ്പർ 314. അപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏത് ഇപ്പം നമ്മുടെ നിലനിൽക്കുന്ന പ്രോഡക്റ്റ് റേഞ്ചിൽ നിന്ന് വ്യത്യസ്തമായി അഡീഷണൽ ക്വാളിറ്റിയോടുകൂടി നമ്മളൊരു ഇംപ്രവൈസ് ചെയ്ത പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് അതിൽ 3D പ്രിന്റേഴ്സ്, ആപ്പിൾ എയർ ടാഗ്സ്, ഇതിനൊക്കെ ഇവർ പ്രോഡക്റ്റ് എന്താണ്, ഈ പ്രോഡക്റ്റ് എന്താണ്, ആ പ്രോഡക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഹൗ ദ കസ്റ്റമർ ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ, ഇവർക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് ഒരു അഡ്വർടൈസ്മെന്റിലൂടെ നമ്മുടെ കൺസ്യൂമേഴ്സിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ കഴിയും പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ. ദെൻ രണ്ടാമതായി പറയുന്നത് എക്സ്പാൻഡിങ് ദ മാർക്കറ്റ് ആണ്. നിലവിൽ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കും, മാർക്കറ്റിന്റെ ഒരു ഷെയർ കുറച്ച് കസ്റ്റമേഴ്സ് റെഗുലറായി നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടാവും. എന്നാൽ ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഒരു മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പുതിയൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ, എന്തെങ്കിലും ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ട് TV ആൻഡ് വീഡിയോ ക്യാമറ മാനുഫാക്ചറേഴ്സ്. അപ്പൊ അവര് സാധാരണയായിട്ട് TVയും വീഡിയോ ക്യാമറ എന്നൊക്കെ പറയുന്ന സമയത്ത് വീഡിയോ ക്യാമറയൊക്കെ ഇപ്പോൾ പ്രൊഫഷണൽസിനോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസേഴ്സിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഇവർക്ക് ഗവൺമെന്റ് മേഖലയിലേക്കും ഓർഗനൈസേഷണൽ സെക്ടറിലേക്കും മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻസ് ഓഫർ ചെയ്തുകൊണ്ട് ആ മാറ്റം നടപ്പിലാക്കാം. അപ്പൊ അവരുടെ ആ മേജർ മാർക്കറ്റ് ഷെയർ അവർക്ക് അക്വയർ ചെയ്യാം, നിലവിലുള്ള ഷെയറിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ. ഇപ്പൊ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇനീഷ്യലി നമ്മൾ ലോഞ്ച് ചെയ്തത് പാലിന് പകരമുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പോൾ പലപ്പോഴും പല പല സ്വീറ്റ് ഡിഷസിൻ്റെയും ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് നമ്മൾ മിൽക്ക് മെയ്ഡിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ പാലിന് പകരം ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു സിംഗിൾ വേ ഓഫ് തിങ്കിങ്ങിൽ നിന്ന് എത്രയോ സ്വീറ്റ് ഡിഷുകളുടെ ഇൻഗ്രീഡിയൻ്റ് ആയി അത് മാറിക്കഴിഞ്ഞു. അപ്പോൾ വി ആർ എക്സ്പാൻഡിങ് ദ മാർക്കറ്റ് ടു ന്യൂ ബയേഴ്സ്. പുതിയ പുതിയ ബയേഴ്സിനെ കൂടി നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരസ്യത്തിലൂടെ മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്നു. അതിനും നമ്മൾക്ക് പരസ്യം ഉപയോഗിക്കാം. ദെൻ മൂന്നാമതായി പറയുന്നത് എന്താ, അനൗൺസ് എ പ്രോഡക്റ്റ് മോഡിഫിക്കേഷൻ. നമ്മൾ നിലവിൽ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ആ പരസ്യത്തിൽ തന്നെ ഉണ്ടായിരിക്കും വിത്ത് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി അല്ലെങ്കിൽ വിത്ത് എ ന്യൂ ലുക്ക്, വിത്ത് എ ന്യൂ ടേസ്റ്റ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും പുതിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ആ പരസ്യത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ന്യൂ റീഫിൽ പാക്ക് ഫോർ നെസ്കഫേ, അങ്ങനെയൊക്കെ ആ പരസ്യത്തിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിലവിലുള്ള പ്രോഡക്റ്റ് ആണ്, പക്ഷെ അതിന് എന്തോ മാറ്റം വന്നിട്ടുണ്ട്, ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് എന്ന് കൺസ്യൂമേഴ്സിനെ ബോധവൽക്കരിക്കാൻ വേണ്ടി. ദെൻ നാലാമതായി പറയുന്നത് ടു മേക്ക് എ സ്പെഷ്യൽ ഓഫർ. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഓഫർ നമ്മൾ പുതിയതായി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പരസ്യത്തിൽ അത് കൃത്യമായി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ 500 ഗ്രാമിൻ്റെ പാക്കറ്റിൽ 20% എക്സ്ട്രാ ആ പ്രോഡക്റ്റിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ₹10 ഓഫ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഓഫറിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൺസ്യൂമേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയും നമ്മൾ പരസ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് റൂം ഹീറ്റേഴ്സ്, ഫാന്, എയർ കണ്ടീഷണേഴ്സ്, ഇതൊക്കെ ഓഫറുകൾ കൊടുക്കാറുണ്ട് സീസണൽ സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി.
അപ്പൊ അതൊക്കെ നമ്മൾ പരസ്യങ്ങളിലൂടെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. ദെൻ അഞ്ചാമതായി പറയുന്നത് ടു അനൗൺസ് ലൊക്കേഷൻ ഓഫ് സ്റ്റോക്കിസ്റ്റ്. നമ്മളുടെ പ്രോഡക്റ്റ് പരസ്യം ചെയ്യുന്നതോടൊപ്പം ഇത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മുടെ സ്റ്റോക്കിസ്റ്റുകൾ എവിടെയാണ് എന്നുള്ള ഇൻഫർമേഷൻ നൽകുക. അവരുടെ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാനും നമ്മൾ പരസ്യമാണ് ഉപയോഗിക്കേണ്ടത്. പേജ് നമ്പർ 316 ഒരു പരസ്യമുണ്ട്. അതിന്റെ ഡീലേഴ്സിന്റെ അഡ്രസ്സ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റോക്കിസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടുന്നു. ദെൻ ആറാമതായി പറയുന്നത് ടു എഡ്യൂക്കേറ്റ് കസ്റ്റമേഴ്സിന് നല്ല പ്രോഡക്റ്റുകളെ കുറിച്ചും അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ പ്രോഡക്റ്റുകളെ കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ അവരെ ബോധവൽക്കരിക്കാൻ പരസ്യങ്ങളിലൂടെ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് സ്പോൺസർഡ് പരസ്യങ്ങളിൽ അപ്പം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പ്രോട്ടീൻ റിച്ച് ആവാൻ വേണ്ടി മിൽക്ക് ആൻഡ് എഗ്സ് ഭക്ഷണത്തിന്റെ ഭാഗമാക്കൂ എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ആൽക്കഹോൾ യൂസേജ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺസ്യൂമേഴ്സിനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള, അവർക്ക് എഡ്യൂക്കേഷൻ നൽകാൻ വേണ്ടിയുള്ള കണ്ടന്റുകളും പരസ്യങ്ങളിലൂടെ നമ്മൾ എത്തിക്കാറുണ്ട്. ദെൻ ടു റിമൈൻഡ് യൂസേഴ്സ്, നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യൂസേഴ്സിനെ തന്നെ അവരെ റിപ്പീറ്റ് പർച്ചേസ് നടത്താൻ വേണ്ടി, സ്ഥിരമായി നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും വാങ്ങിക്കുന്നത് എങ്കിൽ കൂടിയും അവര് നമ്മുടെ പ്രൊഡക്റ്റിനെ മറന്നു പോകണ്ട എന്ന് വിചാരിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി സോഫ്റ്റ് ഡ്രിങ്കുകളുടെയും ഡെയിലി യൂസിങ് പ്രോഡക്ട്സിന്റെയും പരസ്യങ്ങൾ കൂടുതലായും നമ്മളുടെ മീഡിയകളിൽ കാണാറുണ്ട്. ദെൻ അതേപോലെ തന്നെ ടു പ്ലീസ് സ്റ്റോക്കിസ്റ്റ്, നമ്മൾ ഒരു റീറ്റെയിലർ എല്ലായ്പ്പോഴും ശ്രമിക്കാറുള്ളത് മാക്സിമം സെയിൽസ് നടത്താൻ വേണ്ടിയാണ് ഈ പരസ്യങ്ങൾ കൊടുക്കുന്നത്. ഇൻക്രീസ് സെയിൽസ് ആണ്, നമ്മൾ ആദ്യം പറഞ്ഞു 3FX. അപ്പൊ അങ്ങനെ സെയിൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് എവിടെയും ബ്ലോക്ക് ആയി കിടക്കില്ല. അപ്പൊ കസ്റ്റമേഴ്സിനാണെങ്കിലും റീറ്റെയിലേഴ്സിനാണെങ്കിലും എല്ലാം അവരുടെ ആ അവൈലബിൾ ആയിട്ടുള്ള ഷെൽഫുകളിലും സ്റ്റോറുകളിലും ഒക്കെ മിനിമം പ്രോഡക്ട്സ് വെച്ചാൽ മതിയാവും. കാരണം റിപ്പീറ്റഡ് സെയിൽസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഓവർ സ്റ്റോക്കിങ്ങിന്റെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാവുന്നേ ഇല്ല. അതേപോലെ കിട്ടുന്ന സ്ഥലത്ത് അട്രാക്റ്റീവായ രീതിയിൽ പ്രോഡക്റ്റ് ഡിസ്പ്ലേ നടത്താനും അഡ്വർടൈസിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാനും എല്ലാം നമ്മുടെ സ്പോൺസേഴ്സും അഡ്വർടൈസേഴ്സും ശ്രമിക്കാറുണ്ട്. ദെൻ ടു ക്രിയേറ്റ് ബ്രാൻഡ് പ്രിഫറൻസ്, ആളുകൾക്കിടയിൽ പല കൺസ്യൂമേഴ്സും റെഗുലർ ആയിട്ട് പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷെ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഒന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ കുറിച്ച് അവർക്ക് അത്രയധികം അവയർനെസ് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള യൂസേഴ്സിന്റെ ഇടയിൽ എന്താണ് ബ്രാൻഡ് ഇമേജ്, എങ്ങനെയാണ് ബ്രാൻഡ് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്, അതിന് കുറച്ച് പൈസ കൂടിയാലും അതിന്റെ വ്യത്യാസം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആളുകൾക്കിടയിൽ ഇൻഫർമേഷൻ നൽകാൻ നമ്മളുടെ അഡ്വർടൈസിങ്ങിന് കഴിയുന്നുണ്ട്. കാരണം കൃത്യമായി ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ അതിൻ്റെ ആ ലോഗോ, ഒരു പിക്ചറൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഡക്റ്റിന്റെ പരസ്യം ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ബ്രാൻഡ് എക്സിനേക്കാൾ എന്തുകൊണ്ടാണ് ബ്രാൻഡ് വൈ നന്നായിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആ പരസ്യത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അതായത് ഒരു കമ്പാരിറ്റീവ് അഡ്വർടൈസിങ്, താരതമ്യം ചെയ്യുന്നത് പോലെ. ഇപ്പോൾ കോൾഗേറ്റും പെപ്സോഡന്റും എയർടെല്ലും റിലയൻസ് ജിയോ അവരൊക്കെ എപ്പോഴും ആ രീതിയിലുള്ള പരസ്യങ്ങളാണ് കൊണ്ടുവരാറുള്ളത്. എന്തുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ നമ്മൾ നന്നായിരിക്കുന്നു എന്നുള്ള ഫീച്ചേഴ്സ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ദെൻ അതർ ഒബ്ജക്റ്റീവ്സ്, ഇപ്പൊ ഇത്രയും ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞു. ഇതിനൊക്കെ പുറമെ വീണ്ടും ഒരുപാട് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അഡ്വർടൈസിങ്ങിലൂടെ നേടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ സെയിൽസ് പീപ്പിളിന്റെ മൊറയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ പബ്ലിക് ഇഷ്യൂവിന്റെ അഡ്വർടൈസ്മെന്റ്, അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒരുപാട് മറ്റുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ അഡ്വർടൈസിങ്ങിലൂടെ സ്പെസിഫൈ ചെയ്ത് നേടിയെടുക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമേ വരുന്ന, ഇപ്പൊ ഈ ജനറൽ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അതിന്റെ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. ദെൻ അടുത്ത ടോപ്പിക് ആയിട്ട് വരുന്നത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആണ്. സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിന്റെ കീഴിൽ വരുന്നത് സെയിൽസ് മാക്സിമൈസ് ചെയ്യാം, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് സെയിൽസ് ഒബ്ജക്റ്റീവ്സും കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്സുമാണ്. കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൺസ്യൂമേഴ്സിന്റെ ഇടയിൽ അവർക്ക് വേണ്ട വിവരങ്ങൾ നൽകുക, ആ വിവരങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് ആ പ്രോഡക്റ്റിനോട് ഒരു ഇഷ്ടം ഉണ്ടാക്കി തീർക്കുക, ആ ഇഷ്ടത്തിനെ പർച്ചേസ് ഡിസിഷനിലേക്ക് എത്തിക്കുക. അത്ര
ഇത്രയും കാര്യങ്ങൾ നമുക്ക് അഡ്വർടൈസിങ്ങിലൂടെ നടത്താൻ കഴിയണം. അപ്പൊ അതിൽ ഒരു ചിത്രമായിട്ട് നിങ്ങൾക്ക് പേജ് നമ്പർ 318 കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ പറയുന്നത് എന്താണ് ബ്രാൻഡ് ഇഗ്നോറന്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ. അവർക്ക് പ്രൊഡക്റ്റ് വേണം, പക്ഷെ അത് ഏത് ബ്രാൻഡിന്റെ വേണം എന്നൊന്ന് സെലക്ട് ചെയ്യാനോ ബ്രാൻഡ് പ്രിഫറൻസോ ഒന്നുമില്ലാത്ത ബ്രാൻഡ് ഇഗ്നോറന്റ് കസ്റ്റമേഴ്സ് ആയിരിക്കും. ആ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ബ്രാൻഡിനെ കുറിച്ച് ഒരു അവയർനെസ് വളർത്തിയെടുക്കുക. എന്താണ് ഈ ബ്രാൻഡിന്റെ പ്രത്യേകത, അതായത് ഒരു പുതിയ പ്രോഡക്റ്റ്, നമ്മുടെ മാർക്കറ്റിലുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്, അങ്ങനെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുക. അപ്പൊ അവർക്കൊരു ബ്രാൻഡ് അവയർനെസ് ഉണ്ടാവും. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ നോളേജ് ആണ്. നമ്മൾ നൽകുന്ന ആ ബ്രാൻഡഡ് പ്രോഡക്റ്റിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആ പ്രോഡക്റ്റിന്റെ ഓഫറിങ്സ് എന്തൊക്കെയാണ് എന്ന് കസ്റ്റമേഴ്സിന് അറിവ് നൽകുക. അതാണ് നോളജ് എന്ന് പറയുന്ന സ്റ്റേജ്. ദെൻ അടുത്തത് ലൈക്കിംഗ് ആണ്. ലൈക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ പ്രോഡക്ട്സിന്റെ ഫീച്ചേഴ്സും അതിന്റെ യൂട്ടിലിറ്റീസ് ഒക്കെ നമ്മൾക്ക് മനസ്സിലായി വരുന്ന സമയത്ത് നമുക്ക് ചില പ്രോഡക്റ്റിനോട് ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ആ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ് ആണ്, അല്ലെങ്കിൽ ആ സ്റ്റേജ് ആണ് ലൈക്കിംഗ്. അപ്പൊ ഫേവറബിൾ ആറ്റിറ്റ്യൂഡായി. ആ ലൈക്കിംഗ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആയിട്ട് വരുന്നത് പ്രിഫറൻസ് ആണ്. നമ്മൾ എങ്ങനെയാണ് അഡ്വർടൈസിങ് ഫോഴ്സ് ചെയ്യുന്നത്, നമ്മളെ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് എന്തായി മാറണം, ആ കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റിനോട് മറ്റുള്ള കോമ്പറ്റേറ്റേഴ്സിന്റെ ബ്രാൻഡിനേക്കാൾ കൂടുതൽ ഇഷ്ടം നമ്മളുടെ ബ്രാൻഡിനോട് തോന്നണം. പ്രിഫറൻസ് ഓവർ അതർ കോമ്പറ്റേറ്റേഴ്സ് ബ്രാൻഡ്, അതാണ് പ്രിഫറൻസിൽ വരുന്നത്. മറ്റുള്ളവരെക്കാൾ നല്ലതാണ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകണം. ദെൻ ആറാമത്തെ സ്റ്റേജ് വരുന്നത് കൺവിക്ഷൻ ആണ്. കൺവിക്ഷൻ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് ഈ പ്രിഫറൻസും അവരുടെ ഡിസയർ ടു ബൈ, ആ ബ്രാൻഡിനോട് നമ്മൾക്കുള്ള ഒരു പ്രത്യേക പരിഗണനയും ആ ബ്രാൻഡ് വാങ്ങണം എന്നുള്ള ആഗ്രഹവും, ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്ത് നമ്മുടെ അഡ്വർടൈസിങ് ആ കസ്റ്റമറെ കൺവിൻസ് ചെയ്യാണ് ആ പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. അതാണ് കൺവിക്ഷൻ സ്റ്റേജ്. ദെൻ ലാസ്റ്റ് സ്റ്റേജ്, ഏഴാമത്തെ സ്റ്റേജ് പർച്ചേസ്. ഇത്രയും ആയി കഴിയുമ്പോൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാൻ പോകും, ആ പ്രോഡക്റ്റ് വാങ്ങിക്കും. അപ്പോൾ ഒരു അഡ്വർടൈസിങ് ബ്രാൻഡ് ഇഗ്നോറന്റ് ആയിട്ടുള്ള കസ്റ്റമറെ പർച്ചേസിങ് ഡിസിഷൻ എടുപ്പിക്കുന്നത് വരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രോസസ്, അതാ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്. ഇതിൽ വേണ്ട വിവരങ്ങൾ വേണ്ട രീതിയിൽ അവരെ നൽകി അവരെ കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തിക്കണം. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, പൊട്ടേറ്റോ വേഫേഴ്സ് നൽകുന്ന ഒരു കമ്പനി പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ കമ്പനിയുടെ പേര് പോലും നമ്മളുടെ കസ്റ്റമേഴ്സിന് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പേര്. അപ്പൊ അവരെന്ത് ചെയ്യും, ആ പരസ്യത്തിൽ ആ പേര് 2-3 പ്രാവശ്യം ഉപയോഗിക്കും. അപ്പൊ ആ പേര് ആളുകൾക്കിടയിൽ പരസ്യമാവുന്നു. അപ്പൊ അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ പരസ്യത്തിൽ കൊടുക്കും. ഇനി പേര് നമ്മൾക്കറിയാം, പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനിയുടെ പുതിയ മോഡൽ, അതുപോലെ 10% കസ്റ്റമേഴ്സിൽ നിന്ന് 50% ആക്കണമെങ്കിൽ അതിന് വേണ്ട രീതിയിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. അതായത് അഡ്വർടൈസിങ് നൽകുന്ന ഏരിയയുടെ വിസ്തൃതി കൂട്ടുകയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ കാറ്റഗറി അനുസരിച്ച് സോഴ്സ് ഓഫ് മീഡിയ സെലക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പരസ്യം നൽകുന്നു. അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് ഒബ്ജക്റ്റീവോട് കൂടിയും സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയും എല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അഡ്വർടൈസിങ് നടത്താറുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, റോൾ ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൻ്റെ റോള് ഇപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ അഡ്വർടൈസിങ് കൊണ്ട് ആർക്കൊക്കെയാണ് ബെനിഫിറ്റ്സ് കിട്ടുന്നത്? പ്രധാനമായും 4 ഗ്രൂപ്പിനാണ്. ബെനിഫിറ്റ്സ് ടു പ്രൊഡ്യൂസേഴ്സ്, ബെനിഫിറ്റ്സ് ടു മിഡിൽ മാൻ, കസ്റ്റമർ ആൻഡ് കമ്മ്യൂണിറ്റി. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കാണ് പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ ഐഡിയാസിനെ കുറിച്ചോ ടാർഗറ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ്. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്? ഏറ്റവും ആദ്യമായിട്ട് ഉണ്ടാകുന്ന കാര്യം എന്താ?
ഇൻക്രീസ് സെയിൽസ് തന്നെയാണ്. ഇൻക്രീസ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയുമ്പോൾ കസ്റ്റമേഴ്സ് ആ പ്രൊഡക്റ്റ് കൂടുതൽ ഡിമാൻഡ് ചെയ്യും. ആ പ്രൊഡക്റ്റ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ സെയിൽസ് കൂടും. സെയിൽസ് കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ഫണ്ട് അവൈലബിൾ ആവും. അങ്ങനെ ആ അവൈലബിലിറ്റി കൂടുന്നതിനനുസരിച്ച് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കൂടും. വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ മാനുഫാക്ചറേഴ്സിന് വളരെയധികം ബെനഫിഷ്യൽ ആണ്. ദെൻ ഈസി ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രോഡക്റ്റ്. പുതിയൊരു പ്രോഡക്റ്റ് ഒബ്ജക്റ്റീവ്സ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ് അഡ്വർടൈസിങ്. പിന്നെ പറയുന്നത് എന്താ? എസ്റ്റാബ്ലിഷ് ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ മാനുഫാക്ചറർ ആൻഡ് കൺസ്യൂമർ. നമ്മൾക്ക് ഇടനിലക്കാരില്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. പല പരസ്യങ്ങളിലും നമ്മൾ പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അവരുടെ അഡ്രസ്സ്, ഇമെയിൽ, നമ്മൾക്ക് പ്ലീസ് കമൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അഡ്രസ്സ് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളോ റെക്കമെൻഡേഷൻസോ എന്തുണ്ടെങ്കിലും ഡയറക്റ്റായി മാനുഫാക്ചറേഴ്സിൽ എത്തിക്കാൻ കഴിയും. അതേപോലെ മാനുഫാക്ചറേഴ്സിന് പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണോ കസ്റ്റമേഴ്സിനെ അറിയിക്കാനുള്ളത് അത് ഡയറക്റ്റായി അഡ്വർടൈസ്മെൻറ്റിലൂടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും കഴിയും. ദെൻ മിഡിൽ മാൻ എന്ന് പറയുമ്പോൾ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ആണ് പ്രധാനമായും വരുന്നത്. അവർക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഈസി ടു സെൽ ദ പ്രോഡക്റ്റ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് അഡ്വർടൈസ്മെൻറ്റിലൂടെ ഒരുവിധം കസ്റ്റമേഴ്സിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും നൽകാതെ തന്നെ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ദെൻ പ്രോഡക്റ്റ് റെപ്യൂട്ടേഷൻ മേ ബി ഷെയർഡ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല ഒരു ആളുകൾക്കിടയിലെല്ലാം നല്ലൊരു മതിപ്പാണ്, നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വിൽക്കുന്നവർ എന്നുള്ള രീതിയിൽ ആ പ്രൊഡക്റ്റിൻ്റെ റെപ്യൂട്ടേഷൻ ഹോൾസെയിലർക്കും റീറ്റെയിലർക്കും ഷെയർ ചെയ്യാൻ കഴിയുന്നു. ദെൻ ടു അക്വയർ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. ഇവർ ഡീൽ ചെയ്യുന്ന പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മാനുഫാക്ചറേഴ്സിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം പരസ്യങ്ങളിലൂടെ ഇവർക്കും ആ വിവരങ്ങൾ അക്വയർ ചെയ്യാൻ കഴിയുന്നു. ദെൻ കസ്റ്റമേഴ്സിനുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതായത് അഡ്വർടൈസിങ് സ്ട്രെസ്സസ് ഓൺ ക്വാളിറ്റി. അപ്പോൾ ഒരു മിനിമം കോസ്റ്റിൽ മാക്സിമം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ഇവരെ സഹായിക്കുന്നു. കാരണം ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ വെച്ച് പരസ്യം ചെയ്തു കഴിഞ്ഞാൽ അത്തരം പ്രോഡക്റ്റ് തന്നെ ഓഫർ ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് വിശ്വാസവഞ്ചനയ്ക്കെതിരെ കേസ് വരും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിലൊക്കെ അവർക്കെതിരെ കേസ് വരും. അപ്പോൾ നല്ല പ്രോഡക്റ്റ് മിനിമം റേറ്റിൽ കിട്ടാൻ കസ്റ്റമേഴ്സിനുള്ള ഒരു അവസരമാണ്. ദെൻ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. ഇവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ച് ഇവരുടെ അൺസാറ്റിസ്ഫൈഡ് നീഡ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ട പ്രോഡക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഈ പരസ്യങ്ങളിൽ നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നുണ്ട്. ദെൻ കമ്പാരിസൺ നടത്താൻ, ഒരു ബ്രാൻഡും മറ്റൊരു ബ്രാൻഡും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റും വേറൊരു കമ്പനിയുടെ സിമിലർ പ്രൊഡക്റ്റും തമ്മിലുള്ള കമ്പാരിസൺ നടത്താൻ കസ്റ്റമേഴ്സിന് ഈസി ആവുന്നു. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻസ് കൃത്യമായി എല്ലാ പുതിയ പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിങ്ങിനെ കുറിച്ചും നിലവിലുള്ള പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചും മോഡിഫിക്കേഷൻ നടത്തിയ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചും എല്ലാം വിവരങ്ങൾ അഡ്വർടൈസിങ്ങിലൂടെ ലഭിക്കുന്നു. ഇത് കസ്റ്റമേഴ്സിനുള്ളത്. ഇനി മൊത്തത്തിൽ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ പറഞ്ഞു ഇൻക്രീസ്ഡ് സെയിൽസ് ഉണ്ടായാൽ ആസ് എ റിസൾട്ട് പ്രൊഡക്ഷൻ വിൽ ബി ഇൻക്രീസ്. ആസ് എ റിസൾട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് മേ ബി made available and thus standard of living will be more. നമ്മൾക്ക് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടും. എങ്ങനെയാണ്? പ്രൊഡക്ഷൻ കൂടിയാൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടിയാൽ ആളുകളുടെ ഇൻകം ലെവൽ കൂടും. ഇൻകം ലെവൽ കൂടിയാൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലും വ്യത്യാസമുണ്ടാവും. കാരണം more production, more employment, more wants, more production, high standard of living, then products will be available at a minimum cost. പിന്നെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ ദിവസവും വായിക്കുന്ന ന്യൂസ് പേപ്പേഴ്സ് വളരെ വില കുറച്ചാണ് നമ്മൾക്ക് കിട്ടുന്നത്. എന്താ കാരണം? അതിൽ ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്. ആ പരസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? അവർ നൽകുന്ന പ്രൊഡക്റ്റ് മിനിമം റേറ്റിൽ നമ്മൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുന്നു. ദെൻ ന്യൂ എൻട്രൻസ് ഓഫ് പ്രോഡക്റ്റ്, അതായത് പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തുന്നതോടുകൂടി അവിടെ മൊണോപ്പൊളി സിറ്റുവേഷൻ ഉണ്ടാകുന്നില്ല.
നമ്മൾക്ക് അറിയാം, എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മൾക്ക് പരസ്യങ്ങളിലൂടെ അറിയാൻ കഴിയും. അതല്ലായിരുന്നുവെങ്കിൽ ആരാണോ വിൽക്കുന്നത് അവരുടെ പ്രോഡക്റ്റ് വാങ്ങി നമ്മൾ പോവും. അപ്പോൾ അവിടെ മൊണോപോളി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. പകരം പുതിയ പുതിയ പ്രോഡക്ട്സിൻ്റെ എൻട്രിയെക്കുറിച്ച് നമ്മൾക്ക് അറിയാനും സെലക്ട് ചെയ്ത് വാങ്ങാനും ഒക്കെയുള്ള അവസരങ്ങൾ കമ്മ്യൂണിറ്റിക്ക് ലഭിക്കുന്നു. അത്രയും അഡ്വാൻറ്റേജ് ഒക്കെ അഡ്വർടൈസിങ്ങിനുണ്ട്. പല പല ഗ്രൂപ്പുകൾക്കും ഈ അഡ്വാൻറ്റേജ് കിട്ടുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അഡ്വർടൈസിങ്ങിനെ കുറിച്ച് ഒരുപാട് ക്രിറ്റിസിസംസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് ഇന്ത്യയിലുള്ള ആളുകളുടെ അവരുടെ ചിന്താഗതിയും അവരുടെ വേ ഓഫ് ആറ്റിറ്റ്യൂഡ്, ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റിനോടുള്ള ഒരു വേ ഓഫ് തിങ്കിങ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ക്രിറ്റിസിസത്തിൽ ഏറ്റവും ആദ്യമായി പറയാറുള്ളത് മോസ്റ്റ് അഡ്വർടൈസിങ് ഈസ് ഇൻ ബാഡ് ടേസ്റ്റ്. ഒരുപാട് മോശമായിട്ടുള്ള അവസ്ഥകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് പല പരസ്യങ്ങളും നടത്തുന്നത്. അപ്പോൾ ഇന്ത്യക്കാരായ ആളുകൾ പലരും പല പരസ്യങ്ങളും കാണുന്ന സമയത്ത് അതിലത്തെ പ്രോഡക്റ്റിനെ കുറിച്ച്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സഫറിങ് ഫ്രം ഡാൻഡ്രഫ്, അതേപോലെ തന്നെ ബാഡ് ബ്രീത്ത്, സ്മെൽ വേഴ്സ്, ഇപ്പോൾ സ്പ്രേകളുടെയോ അല്ലെങ്കിൽ സോപ്പിൻ്റെയൊക്കെ പരസ്യം വരുമ്പോൾ ദുർഗന്ധത്തിൽ നിന്ന് രക്ഷ നേടാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങളെ, ബാഡ് ടേസ്റ്റുകളെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും പരസ്യങ്ങൾ ചെയ്യാറുള്ളത് എന്നൊക്കെയുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. അതേപോലെ തന്നെ അഡ്വർടൈസിങ് ഇൻസൾട്ട് കൺസ്യൂമർ ഇൻ്റലിജൻസ്. ചില പരസ്യങ്ങളിൽ നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ടാവും അവർ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ കൺസ്യൂമേഴ്സിന് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവും ഇല്ല എന്നുള്ള രീതിയിലാണ്, കൺസ്യൂമേഴ്സിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ പരസ്യം എന്നൊക്കെ ചിലർ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് അപ്പീൽസ് മെയിൻലി ടു ഇമോഷൻസ്. പലപ്പോഴും പല പരസ്യങ്ങളും നമ്മളുടെ ഇമോഷണൽ അപ്പീലുകളെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആഫ്റ്റർ ഷേവ് ലോഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബ്രാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സ് വുമൻസിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ ഹൈജീനിക് ആയിട്ടുള്ള, അത് ഒരു ശുചിത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതല്ല, പകരം ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഇമോഷണൽ അപ്പീലുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അഡ്വർടൈസിങ് ആണ് എന്നുള്ളതും ഒരു ക്രിറ്റിസിസമാണ്. ദെൻ അതേപോലെ തന്നെ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഡിസ്കണ്ടൻറ്റ്. പലപ്പോഴും ആളുകൾക്കുള്ള അസംതൃപ്തിയിൽ നിന്ന് ആ അസംതൃപ്തിയെ ഒന്നിങ്ങനെ തട്ടി ഉണർത്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്യുന്നതാണ് പരസ്യങ്ങൾ എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു യമഹ സ്കൂട്ടറിൻ്റെ പരസ്യം കണ്ട് അതിനോട് ഇഷ്ടം തോന്നി. കാരണം അയാൾ അപ്പോൾ ഉപയോഗിക്കുന്ന മോപ്പഡിൽ അയാൾ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അയാൾക്ക് ആ പുതിയൊരു പ്രൊഡക്റ്റ് വേണമെന്നുള്ളത് അയാളുടെ ഒരു അതിയായ ആവശ്യമൊന്നുമല്ല. പക്ഷെ നിലവിൽ അയാൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനോടുള്ള അസംതൃപ്തി ഇയാൾക്ക് ആ മറ്റേ പ്രൊഡക്റ്റിനോടുള്ള ഒരു പ്രിഫറൻസായി മാറുന്നു. അതും അഡ്വർടൈസിങ്ങിൻ്റെ ഒരു മോശം വശമാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഇൻഫ്ലുവൻസസ് മീഡിയ. പലപ്പോഴും മീഡിയകൾക്ക് വളരെയധികം വരുമാനം ഉണ്ടാക്കുന്നത് ഈ അഡ്വർടൈസിങ്ങിലൂടെയാണ്. മേജർ സോഴ്സ് ഓഫ് റവന്യൂ ആണ്. അപ്പോൾ പലപ്പോഴും അവരുടെ ലക്ഷ്യങ്ങൾ മറന്നുകൊണ്ട് തന്നെ ഈ അഡ്വർടൈസിങ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലും സമയത്തും എല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഏറ്റവും മെയിൻ കണ്ടന്റ് പറയുന്നതിന് മുന്നേ 1-2 പരസ്യം ഉണ്ടാവും. കാരണം ആ ഒരു പീക്ക് ടൈമിൽ ആ പരസ്യം ഇടുന്ന സമയത്ത് അത്രയും പേയ്മെൻറ്റ് കൊടുത്തിട്ടാവും അവർ ആ ടൈം അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മീഡിയ പലപ്പോഴും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മറന്നുകൊണ്ട് വരുമാനത്തിന് വേണ്ടി പരസ്യത്തിന് പിന്നാലെ പോകാറുണ്ട് എന്നുള്ളതും ഒരു ക്രിറ്റിസിസമാണ്. പിന്നെ ഇതിനെല്ലാം പുറമെ ഇക്കണോമിക് വ്യൂ പോയിന്റിൽ കുറേ ക്രിറ്റിസിസംസ് പറയാറുണ്ട്. ഒന്ന്, ഇത് അൺപ്രൊഡക്റ്റീവാണ്. പലപ്പോഴും അഡ്വർടൈസിങ്ങിൽ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയായി പറയാറുണ്ട്. ദെൻ ഇറ്റ് ഇൻക്രീസസ് കോസ്റ്റ്. പരസ്യം ചെയ്യുമ്പോൾ നല്ല പൈസ ചിലവാക്കേണ്ടി വരും. ഇപ്പോൾ ടി വിയിലാണെങ്കിൽ നല്ലൊരു സമയത്ത് ഏറ്റവും പ്രൈം ടൈമിൽ നമുക്ക് നമ്മുടെ അഡ്വർടൈസിങ് ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ അഡ്വർടൈസിങ്ങിൻ്റെ സമയം നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കണമെങ്കിൽ നല്ല കോസ്റ്റ്ലിയാണ്. ദെൻ ഇറ്റ് ലീഡ്സ് ടു മൊണോപ്പൊളി. പലപ്പോഴും വലിയ വലിയ കമ്പനികൾ ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അഡ്വർടൈസിങ്ങോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കണ്ടന്റ് ക്രിയേഷനോ ഒന്നും ചെയ്യാൻ ചെറിയ കമ്പനികൾക്കൊന്നും കഴിയില്ല. കാരണം അത്രയും കോസ്റ്റ്ലി ആയിരിക്കും അത്.
അപ്പോൾ അവിടെ ഒരു മൊണോപോളി ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു ക്രിറ്റിസിസമാണ്. ദെൻ ഇറ്റ് മൾട്ടിപ്ലൈസ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. പലപ്പോഴും നമ്മൾ ആവശ്യങ്ങളെ പറയാറുണ്ട്, അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പല പരസ്യങ്ങളും കാണുന്ന സമയത്ത് പല ആവശ്യങ്ങളും നമ്മൾക്ക് അത്യാവശ്യമായി ഫീൽ ചെയ്യും. അതില്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുകയൊക്കെ ചെയ്യും. പക്ഷേ ആ പരസ്യങ്ങളുടെ ഒരു പ്രേരണ മൂലം നമ്മൾക്ക് ആ പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കണം. കോസ്റ്റ്ലി ആണെങ്കിലും അത് വാങ്ങി ഉപയോഗിക്കണം. പലപ്പോഴും ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. ആളുകളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പരസ്യങ്ങൾ പ്രേരിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പരസ്യങ്ങളിലൂടെ ഈ ആവശ്യങ്ങൾ നമ്മൾക്ക് വളരെ അത്യാവശ്യമായി ഫീൽ ചെയ്യും. ഇതെല്ലാം അഡ്വർടൈസിങ്ങിനെതിരെയുള്ള ക്രിറ്റിസിസംസ് ആണ്. പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ അഡ്വർടൈസിങ്. അപ്പോൾ അഡ്വർടൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. അഡ്വർടൈസിങ് പ്രോസസ് ബിഗിൻസ് ഫ്രം ദ സ്പോൺസർ ആൻഡ് എയിംസ് അറ്റ് ടാർഗറ്റഡ് ഓഡിയൻസ് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പാർട്ടീസ് ആരൊക്കെയാണ്? ഒന്ന് അഡ്വർടൈസർ, രണ്ട് അഡ്വർടൈസിങ് ഏജൻസി, സപ്പോർട്ട് ഓർഗനൈസേഷൻസ്, മീഡിയ ആൻഡ് കൺസ്യൂമേഴ്സ്. അഡ്വർടൈസർ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, ആരാണോ പേയ്മെന്റ് കൊടുത്ത് അഡ്വർടൈസിങ് സ്പോൺസർ ചെയ്യുന്നത് അവരാണ് അഡ്വർടൈസർ. പരസ്യദാതാക്കൾ ആരാണോ പരസ്യം നൽകുന്നത്, അത് ഇൻഡിവിജ്വൽസ് ആവാം, സ്കൂൾ ആവാം, ഓർഗനൈസേഷൻസ് ആവാം, കമ്പനികളാവാം, ആര് വേണമെങ്കിലാവാം. നമ്മൾ അഡ്വർടൈസിങ് മെസ്സേജ് ആരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചാണോ നൽകുന്നത് അവരാണ് അഡ്വർടൈസേഴ്സ്. ഗവൺമെന്റോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സോ ആരാവാം, ആരാണോ അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നത് അവരാണ് അഡ്വർടൈസിങ് സ്പോൺസേഴ്സ് അല്ലെങ്കിൽ അഡ്വർടൈസർ. അഡ്വർടൈസിങ് ഏജൻസി എന്ന് പറയുമ്പോൾ അഡ്വർടൈസർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സേവനങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് അഡ്വർടൈസിങ് ഏജൻസി. പരസ്യം ഇഷ്യൂ ചെയ്യുന്ന ഏജൻസികൾ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കോപ്പി റൈറ്റിംഗ് ആണ്. നമ്മൾക്ക് കണ്ടന്റ്, പരസ്യത്തിന്റെ മെസ്സേജ് എന്തായിരിക്കണം, ആ റിട്ടൺ പാർട്ട് ഉണ്ടാവുമല്ലോ, റിട്ടൺ പാർട്ട് ഓഫ് അഡ്വർടൈസ്മെന്റ്. അതിൽ ഹെഡ്ലൈൻ ഉണ്ടാവും, സ്ലോഗൻ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് മീഡിയയിലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയും. പിന്നെ വരുന്നത് അഡ്വർടൈസിങ് ആർട്ടാണ്. ആ അഡ്വർടൈസിങ് പരസ്യത്തിന് ആവശ്യമായി വരുന്ന ഇല്ലുസ്ട്രേഷൻസ്, ഡ്രോയിങ്സ്, ഫോട്ടോഗ്രാഫ്സ് ഇതൊക്കെ ഉൾപ്പെടുന്ന ആർട്ട്. ദെൻ മീഡിയ ബൈയിങ്. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രിന്റ് മീഡിയ ആണെങ്കിൽ അതിൽ സ്പേസ് കിട്ടണം, ബാക്കിയുള്ള മീഡിയാസിലാണെങ്കിൽ ടൈം കിട്ടണം. അങ്ങനെയുള്ള മീഡിയ ബൈയിങ് സർവീസ് വേണം. പിന്നെ ക്ലയന്റ് സർവീസിങ്, ക്ലയൻസിന് ആവശ്യമായിട്ടുള്ള സർവീസുകൾ ചെയ്തു കൊടുക്കണം. അതർ സർവീസ്, അതായത് റിസർച്ച്, പബ്ലിക് റിലേഷൻ, മർക്കൻഡൈസിങ്, ക്ലയന്റിന് വേണ്ടി മർക്കൻഡൈസിങ് നടത്തുക, അങ്ങനെയുള്ള സർവീസസ് മൊത്തം നൽകുന്ന ഏജൻസിയാണ് അഡ്വർടൈസിങ് ഏജൻസി. മൂന്നാമതായി വരുന്നത് സപ്പോർട്ട് ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പൊ ഈ അഡ്വർടൈസിങ് ഏജൻസി നടത്തുന്ന കാര്യങ്ങൾക്ക് ചില പ്രത്യേക കാര്യങ്ങൾക്ക് ഇവർ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആ ഫീൽഡിൽ സ്പെഷ്യലൈസ്ഡ് നോളേജുള്ള ആളുകളുടെ സേവനങ്ങൾ ഉപയോഗിക്കും. ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഫിലിം ഓർ ടേപ്പ് എഡിറ്റേഴ്സ്, കാസ്റ്റിംഗ് സ്പെഷ്യലിസ്റ്റുകൾ, മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്റ്റ് എക്സ്പെർട്ടുകൾ. അപ്പോൾ അവരൊന്നും നമ്മുടെ റെഗുലർ എംപ്ലോയീസ് ആയിരിക്കില്ല. ഏതെങ്കിലും ഒരു പരസ്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആ സ്പെഷ്യലൈസ്ഡ് സർവീസ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഏർപ്പാട് ചെയ്യുന്ന ആളുകളായിരിക്കും. പിന്നെ അതിൽ വരുന്നത് മീഡിയ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു ചാനൽ വേണ്ട, ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേണം. അത് പ്രിന്റ് മീഡിയ ആവാം, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് മീഡിയ ആവാം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സിനിമകൾക്കിടയിലുള്ളതാവാം, ഔട്ട്ഡോർ മീഡിയ ആവാം, ഏത് മീഡിയയിലൂടെ വേണമെങ്കിൽ നമ്മൾക്ക് അഡ്വർടൈസിങ് നൽകാം. ദെൻ അഞ്ചാമത്തെ പാർട്ടി എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ആണ്. ആരിലേക്കാണോ നമ്മൾ ഈ പരസ്യം എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടാർഗറ്റ് ഓഡിയൻസ് ആണ് കൺസ്യൂമേഴ്സ്. അവർക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വിവരം അല്ലെങ്കിൽ നമ്മൾ എന്ത് മെസ്സേജ് ആണോ അവർക്ക് നൽകുന്നത് ആ മെസ്സേജ് മനസ്സിലാക്കേണ്ട ആളുകളാണ് കൺസ്യൂമേഴ്സ്. അപ്പൊ 5 പാർട്ടീസ് ആണ് വരുന്നത്: അഡ്വർടൈസർ, അഡ്വർടൈസിങ് ഏജൻസി, സപ്പോർട്ട് ഓർഗനൈസേഷൻ, മീഡിയ ആൻഡ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. ഇനി ഇങ്ങനെ ഒരു അഡ്വർടൈസിങ് മീഡിയ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മീഡിയാസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. പ്രധാനമായി പ്രിന്റ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ, ഡയറക്റ്റ് മീഡിയ, ഔട്ട്ഡോർ മീഡിയ. അപ്പൊ നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏത് മീഡിയ ആണോ നമ്മൾക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് അത് നമ്മൾക്ക് സെലക്ട് ചെയ്യാം. പ്രിന്റ് മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ 2 കാറ്റഗറി വരുന്നു: ന്യൂസ് പേപ്പർ, മാഗസിൻ. ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, ബുക്കുകളും എല്ലാം വരാം. കാറ്റലോഗ്, അതായത് ഓരോ രീതിയിൽ നമ്മൾ കൃത്യമായി അച്ചടിച്ച് പരസ്യം ഇഷ്യൂ ചെയ്യുന്ന മീഡിയ. ഇപ്പോൾ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ആളുകളുടെ കയ്യിൽ എത്തുന്നതാണ്.
മാഗസിൻ എന്ന് പറയുമ്പോൾ ചില കാറ്റഗറൈസ്ഡ് പീപ്പിൾസിന്, ഇപ്പോൾ വിമൺ മാഗസിൻ ആണെങ്കിൽ അത് സ്ത്രീകൾ മാത്രം, കുട്ടികൾക്കുള്ള മാഗസിൻസ് ആണെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വ്യൂവേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളായിരിക്കും. അതേപോലെ ബിസിനസ്സുകാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള മാഗസിൻസ് ആണെങ്കിൽ അത് ക്ലാസി ബിസിനസ് ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചുള്ളതായിരിക്കും. അപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റിന് ഏത് ഗ്രൂപ്പിലേക്കാണ് നമ്മുടെ മെസ്സേജ് എത്തേണ്ടത്, അങ്ങനെ ഗ്രൂപ്പ് സ്പെസിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മാഗസിൻ സെലക്ട് ചെയ്യാം. പക്ഷെ അതിന് ഗ്യാപ്പ് ഉണ്ട്, മന്ത്ലി വൺസ് ഒക്കെയാണ് അത് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ഇത് ന്യൂസ് പേപ്പറിന്റെ അത്രയും റിപ്പീറ്റിംഗ് വാല്യൂ വരുന്നില്ല. അപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചർ, നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫണ്ട്, എത്രമാത്രം കോസ്റ്റ് നമ്മൾക്ക് സഫർ ചെയ്യാൻ പറ്റും, അതൊക്കെ നോക്കിയാണ് പ്രിന്റ് മീഡിയയിൽ വീക്ക്ലി വേണോ, ഫോർട്ട്നൈറ്റ്ലി വേണോ, ഡെയിലി വേണോ, മന്ത്ലി വേണോ, ആനുവലി വേണോ, ക്വാർട്ടർലി വേണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. കൃത്യമായി ഫോട്ടോഗ്രാഫ്സും ന്യൂസും എല്ലാം പ്രിന്റ് ചെയ്തുകൊണ്ട് വായന, നമ്മളത് വായിച്ച് മനസ്സിലാക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ ന്യൂസ് പേപ്പറും മാഗസിനും നമ്മൾ അതിൻ്റെ ആ കാലാവധിയിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന നാച്ചുറും സ്പെഷ്യൽ കാറ്റഗറിക്ക് സെലക്ഷൻ വേണമെങ്കിൽ അതിനെയൊക്കെ ബേസ് ചെയ്താണ് ഏത് മീഡിയ വേണമെന്ന് തീരുമാനിക്കുന്നത്. ദെൻ ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ റേഡിയോയും ടെലിവിഷനുമാണ് വരുന്നത്. റേഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഡിയോ ക്ലിപ്പുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ടി വിയിൽ അങ്ങനെയല്ല, ഓഡിയോ പ്ലസ് വിഷ്വൽ മെസ്സേജിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്രമാത്രം നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് അതിനനുസരിച്ച്. ഇപ്പൊ ഇതിൽ നോക്കിയപ്പോൾ വിവിധ ഭാരതി പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാം ആണ് സ്പെസിഫൈഡ് ചാനൽസിലൂടെ. അതേപോലെ മാസ് മീഡിയമാണ് അതിൻ്റെ ഇപ്പോൾ ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ, തുന്നൽ മെഷീൻ, അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്ട്സിൻ്റെ റേഡിയോ അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പ്രസ് അഡ്വർടൈസിങ്ങിനേക്കാൾ കൂടുതൽ എക്സ്പെൻസീവ് ആണ്. പിന്നെ ലൈഫ് ഓഫ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആണ്. അതുപോലെ മെസ്സേജ് വിശദമായി ഓർമ്മിച്ച് വെക്കുക എന്നുള്ളത് പ്രയാസമുള്ളതാണ്. അത്രയും റേഡിയോ അഡ്വർടൈസിങ്ങിന്റെ ഡിഫക്റ്റീവ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ മാസ് മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ ആണ്. പക്ഷെ സെക്കൻഡ്സിന് നമ്മൾ നമ്മളുടെ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. പക്ഷെ കൃത്യമായി നല്ലൊരു സിനിമ പോലെ, ഒരു ജീവിത കഥ പോലെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന മീഡിയ ആണ് ടെലിവിഷൻ. ദെൻ ഡയറക്റ്റ് മീഡിയ, കസ്റ്റമേഴ്സിലേക്ക് നേരിട്ട് എത്തുന്ന അഡ്വർടൈസിങ് മീഡിയ. അതിലേതൊക്കെയാ വരിക? ഡയറക്റ്റ് മെയിൽ, അഡ്വർടൈസിങ്, സ്പെഷ്യാലിറ്റീസ്. ഡയറക്റ്റ് മെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മാനുഫാക്ചറേഴ്സ് എന്ത് ചെയ്യുന്നു, ആർക്കാണോ മെസ്സേജ് അയക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് മെയിലിംഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അവർക്ക് മെയിൽ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വാട്സപ്പിലൊക്കെ നമുക്ക് പേഴ്സണലി ഓരോ കടകളിൽ നിന്നുള്ള മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിനെ പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ സർവീസ് കൊടുക്കുകയാണ്. ഇത് അഡ്വർടൈസിങ് പ്രോഡക്റ്റ്, നമ്മളൊരു മാസ് സ്കെയിൽ അഡ്വർടൈസിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് മീഡിയ ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. പിന്നെ അഡ്വർടൈസിങ് സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഫ്രീ ഗിഫ്റ്റുകൾ, അതായത് ഡയറികൾ, കീ റിങ്സ്, പേഴ്സ്, പേപ്പർ വെയ്റ്റ്, പെന്ന്, കലണ്ടർ, ടീഷർട്ട്, അങ്ങനെയുള്ള സ്പെഷ്യൽ പ്രോഡക്ട്സിലൊക്കെ നമ്മുടെ കമ്പനിയുടെ പേരും അഡ്രസ്സും, അഡ്വർടൈസറുടെ പേരും അഡ്രസ്സും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇഷ്യൂ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡയറക്ടറി അഡ്വർടൈസിങ്, ടെലിഫോൺ ഡയറക്ടറിയിലും മറ്റുള്ള സ്പോൺസേർഡ് മാഗസിൻസിലൊക്കെ സ്പെഷ്യൽ പേജസിലൊക്കെ എന്ത് ചെയ്യാം, നമ്മളുടെ പരസ്യങ്ങൾ വെക്കാം. പിന്നെ വേറൊരു മീഡിയ എന്ന് പറയുന്നത് ഔട്ട്ഡോർ മീഡിയ ആണ്. ഔട്ട്ഡോർ മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ പാംലെറ്റുകൾ, വാൾ ഡിസ്പ്ലേകൾ, അങ്ങനെയുള്ള ഇപ്പോൾ എക്സിബിഷനുകൾ, അങ്ങനെ ഓരോ രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ പല സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. ഔട്ട്ഡോറിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് നേരിട്ട് നമ്മുടെ കയ്യിൽ തരുന്നതാണ് പാംലെറ്റ്സും കാറ്റലോഗ്സും ഒക്കെ. എന്നാൽ പോസ്റ്ററൊക്കെ ഇങ്ങനെ ചുമരുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിയോൺ ബൾബ് വെച്ചിട്ടുള്ള ഡിസ്പ്ലേകൾ, അങ്ങനെയുള്ള ഒരുപാട് ഹോർഡിങ്സ് ഒക്കെ, ബിൽ ബോർഡ്സ് ഒക്കെ തൂക്കിയിട്ടിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഔട്ട്ഡോർ മീഡിയയും നമ്മൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മൾ വേറെ ഉപയോഗിക്കുന്നതാണ് സ്ലൈഡ് പ്രൊജക്ഷൻ. സിനിമ ഹൗസുകളിൽ, ഫിലിമിൻ്റെ ഇടയിൽ എക്സിബിഷൻസ്, ഡിസ്പ്ലേ ഇൻ ഷോക്കേസ്, പ്രൊജക്ഷൻ ഓഫ് സ്ലൈഡ്സ്, ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, അഡ്വർടൈസിങ് നടത്താം. അപ്പോൾ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കിയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള മീഡിയ ആണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവാലുവേഷൻ ഓഫ് മീഡിയ എന്ന് പറഞ്ഞ പേജ് നമ്പർ 329 ഞങ്ങൾക്കൊരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ, മാഗസിൻ, റേഡിയോ, ടെലിവിഷൻ, ഔട്ട്ഡോർ, ഡയറക്റ്റ് മീഡിയ, ഇവയുടെ ഒരു കമ്പാരിസൺ, അതായത് ഓരോന്നും ഒന്നിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്
കൃത്യമായി ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായി വായിച്ചു നോക്കി മനസ്സിലാക്കുക. അതിൽ ഓരോ കോളത്തിലും വരുന്നത് അതാത് മീഡിയയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്. സോ നമ്മൾ അഡ്വർടൈസിങ് റിലേറ്റഡ് പാർട്ടീസ് പറഞ്ഞു, മീഡിയ സെലക്ഷൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ അതിനെ സ്വാധീനിക്കുന്നത്? ഒരു അഡ്വർടൈസിങ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കണമെങ്കിൽ ഏത് മീഡിയ സെലക്ട് ചെയ്യണമെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഏറ്റവും ആദ്യമായി നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ആണ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, അതേപോലെ തന്നെ പ്രൊമോഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിക്കാം. കാരണം ടെക്നിക്കൽ കോംപ്ലക്സിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഒരു ലോങ് രീതിയിലുള്ള കോപ്പിയാണ്, അഡ്വർടൈസിങ് കോപ്പിയാണ് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരിക. അതേസമയം ഇപ്പോൾ ഓട്ടോമൊബൈൽ ടയേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് നല്ല ഡ്രമാറ്റൈസേഷൻ, നാടകീയമായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ TV ആണ് ഏറ്റവും നല്ല എഫക്റ്റീവ് മീഡിയം. അങ്ങനെ ഓരോന്നിനും, ഇപ്പോൾ വുമൻസിൻ്റെ ഡ്രസ്സിനാണെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള പ്രിന്റിംഗ് മീഡിയ സ്യൂട്ടബിൾ ആണ്. അങ്ങനെ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് അഡ്വർടൈസിങ് മീഡിയ സെലക്ഷനെ സ്വാധീനിക്കും. പിന്നെ പ്രൈസ് എന്ന് പറയുമ്പോൾ ലോ പ്രൈസിലുള്ള പ്രോഡക്റ്റ്, ചിലപ്പം ഹൈ പ്രൈസും ഹൈ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നല്ല ക്ലാസി മാഗസീൻസിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള പരസ്യങ്ങൾ കൊടുക്കണം. അല്ലാതെ ലോക്കൽ ഡെയിലി പേപ്പറിലൊന്നല്ല അങ്ങനെയുള്ള പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നോർമലായി കൺസ്യൂമർ പ്രൊഡക്ട്സ് റെഗുലറായി വാങ്ങി ഉപയോഗിക്കുന്നതൊക്കെ ആണെങ്കിൽ TV പോലെയുള്ള മീഡിയങ്ങളിലൊക്കെ പരസ്യങ്ങൾ വരാം. പിന്നെ നമ്മൾ പ്ലേസ്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ജോഗ്രഫിക്കൽ കവറേജും ടൈമിങ്ങും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ചാനൽ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഒരു മാഗസീനിലാണ് പരസ്യം കൊടുത്തത്, പ്രൊഡക്റ്റ് നമ്മുടെ കടയിലെത്തി 2 ആഴ്ച കഴിഞ്ഞു, ആൾക്കാർ വാങ്ങി ഉപയോഗിക്കലും കഴിഞ്ഞു, വീണ്ടും അടുത്ത മാസം വരുന്ന മാഗസീനിലാണ് അതിനെക്കുറിച്ചുള്ള പരസ്യം ഉള്ളത് എന്ന് വിചാരിക്കുക, നമുക്കത് എഫക്റ്റീവ് ആവില്ല. അപ്പോൾ ടൈമിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രൊമോഷൻ, നമ്മളെ എലമെന്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ് ഉണ്ടല്ലോ, അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിസിറ്റി. അതിൽ നമ്മുടെ പ്രോഡക്ട്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്, അതിനനുസരിച്ച് നമ്മൾ മീഡിയ സെലക്ട് ചെയ്യുക. പിന്നെ മീഡിയ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന മീഡിയയുടെ സവിശേഷതകൾ. ഇപ്പോൾ കവറേജ്, ഓഡിയൻസിൻ്റെ റീച്ച്, ഓഡിയൻസ് സെലക്ടിവിറ്റി. ഇപ്പോൾ സ്പോർട്സ് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളും നമ്മൾ അതിൻ്റെ പരസ്യം കൊടുക്കണമെന്ന് വെച്ചാൽ സ്പോർട്സ് മാഗസിൻസ് ഉണ്ടായിരിക്കും, അതാണ് നമ്മൾക്ക് സ്യൂട്ടായിട്ട് വരിക. ബിസിനസ് അതിനെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ ബിസിനസ് മാഗസിൻ, പുതിയ മോഡൽ പ്രോഡക്റ്റ് ഒക്കെയാണ് ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനത്തെ മാഗസിൻസ്. പിന്നെ അതേപോലെ തന്നെ ജോഗ്രഫിക് സെലക്ടിവിറ്റി, റീച്ച്, എത്രമാത്രം ആളുകളിലേക്ക് എത്തിക്കണം, അതായത് എത്ര സമയം ഇത് നിലനിൽക്കണം. ഇപ്പോൾ റീച്ച് ഓഫ് 5 adult members of the largest audience being exposed to the medium. അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾക്ക് എത്രമാത്രം റീച്ച് അഡ്വർടൈസിങ്ങിന് വേണം അതിനനുസരിച്ചുള്ള മീഡിയ സെലക്ട് ചെയ്യുക. പിന്നെ ഫ്രീക്വൻസി ആണ്, നമ്പർ ഓഫ് ടൈംസ്. ഒരു ആവറേജ് പേഴ്സൺ ഒരു ഗിവൺ ടൈം പീരിയഡിൽ എത്ര പ്രാവശ്യം ആ പരസ്യം കാണുന്നുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി. ദെൻ മീഡിയ ഷെഡ്യൂളിംഗ്, അതായത് മെസ്സേജ് ഡെലിവറീസ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ദെൻ മീഡിയ കോസ്റ്റ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന മീഡിയയ്ക്ക് വരുന്ന ചിലവ്. ന്യൂസ് പേപ്പറിലുള്ളതുപോലെ ആയിരിക്കില്ല TV പോലെ ആയിരിക്കില്ല സിനിമ തിയേറ്ററിൽ സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതെല്ലാം നമ്മളുടെ മീഡിയ ക്യാരക്ടറിസ്റ്റിക്സ് ആയി റിലേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ഇതാ ടാർഗറ്റ് ഓഡിയൻസ്, നമ്മൾ ആരെ ഉദ്ദേശിച്ചാണ് പരസ്യം നൽകുന്നത്. ഇപ്പോൾ പേഴ്സണാലിറ്റി, ലൈഫ് സ്റ്റൈല്, അവരുടെ ഏജ്, ഇതെല്ലാം മീഡിയ സെലക്ഷനെ സ്വാധീനിക്കും. ഇപ്പൊ ഏറ്റവും ന്യൂജൻ കുട്ടികളൊക്കെ മിക്കവാറും ഇൻസ്റ്റാഗ്രാം നോക്കിയായിരിക്കും ഇരിക്കുക. അപ്പൊ അവരെ ഉദ്ദേശിച്ചുള്ള പരസ്യങ്ങളാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം മീഡിയ സെലക്ട് ചെയ്യാം. ദെൻ നാച്ചർ ഓഫ് ദ മെസ്സേജ്, നമ്മളുടെ പിക്ചറൽ ഫോം വേണോ, പ്രിന്റഡ് ഫോം വേണോ, ആ ഓരോ പ്രോഡക്റ്റ് ഫീച്ചേഴ്സിനനുസരിച്ച് നമുക്ക് നാച്ചർ ഓഫ് മെസ്സേജ് നോക്കി മീഡിയ സെലക്ട് ചെയ്യാം. ഒരു മൂവി പോലെയൊക്കെ കാണിക്കുകയാണെങ്കിൽ TVയും സിനിമ തിയേറ്ററും ഒക്കെയാണ് നല്ലത്. വെറും ഒരു പിക്ചറും ഡീറ്റെയിൽസ് മാത്രം മതിയെങ്കിൽ ന്യൂസ് പേപ്പറോ മാഗസിനോ ആയാലും മതിയാവും. പിന്നെ വരുന്നത് എന്താ, ബഡ്ജറ്റാണ്. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്, എത്ര ഫണ്ട് ഉണ്ട് എന്ന് നോക്കി അതിനനുസരിച്ച് മീഡിയ സെലക്ഷൻ നടത്താം. പിന്നെ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പബ്ലിസിറ്റി ആണ്.
പബ്ലിസിറ്റി ഒരു പ്രൊമോഷണൽ ടൂളാണ്. പ്രൊമോഷണൽ ടൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഈവൻറ്റോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളോ മറ്റുള്ളവരിലേക്ക് എത്തുകയാണ്. എങ്ങനെ? വിത്തൗട്ട് എനി പേയ്മെന്റ് ബൈ ദ സ്പോൺസർ. നമ്മൾ പൈസ ചെലവാക്കി ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന ചില സംഭവങ്ങൾ കൊണ്ട് നമ്മളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നു. അതാണ് പബ്ലിസിറ്റിയിൽ വരുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ നോൺ പേഴ്സണൽ മാസ് മീഡിയ ആണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആരോടും നമ്മുടെ കമ്പനിയോ കമ്പനിയുടെ സെയിൽസ്മാനോ നമ്മളുടെ കമ്പനിയെ കുറിച്ചോ പ്രോഡക്റ്റിനെ കുറിച്ചോ ഒന്നും വ്യക്തിപരമായി വിശദീകരിക്കുന്നില്ല. മാസ് മീഡിയ ഉപയോഗിച്ച് തന്നെയാണ് പ്രചാരണം നടക്കുന്നത്. കൊമേഴ്സ്യലി സിഗ്നിഫിക്കൻറ്റ് ന്യൂസ് നമ്മളുടെ കമ്പനിയെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒക്കെ ആളുകൾക്കിടയിൽ നല്ല രീതിയിൽ പ്രചാരം കിട്ടുന്ന തരം എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ന്യൂസോ ഉണ്ടാവുന്നു. നമ്മുടെ കമ്പനിയെ കുറിച്ച് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് എന്ത് കിട്ടാണ്? പബ്ലിസിറ്റി. നമ്മൾ പറഞ്ഞിരുന്നു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട്, പോസിറ്റീവ് പബ്ലിസിറ്റി ഉണ്ട്. ഇതിന് നോ സ്പോൺസർ ആണ്. ആരും ഇതിന് പേയ്മെന്റ് കൊടുത്ത് ചെയ്യിക്കുന്നതൊന്നല്ല. നോട്ട് പെയ്ഡ് ഫോർ, പേയ്മെന്റ് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ പർപ്പസ്, ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് സ്റ്റിമുലേഷൻ. പോസിറ്റീവ് നെഗറ്റീവ് പബ്ലിസിറ്റി പറയുന്ന സമയത്ത് നമ്മൾ അന്ന് എക്സാമ്പിൾ പറയേണ്ടായി. ഒരു ഹോട്ടലിൽ, ഡൽഹിയിലുള്ള ഒരു ഹോട്ടലിൽ തീ പിടിച്ചപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ഉണ്ടായത്. അവിടെ ഫയറിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഇല്ല എന്നാണ് ആളുകൾ മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ ഒരു കമ്പനി, എയർലൈൻ കമ്പനി കാർ റാലി സ്പോൺസർ ചെയ്തപ്പോൾ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ആളുകൾക്കിടയിൽ ഉണ്ടായത്. പോസിറ്റീവ് പബ്ലിസിറ്റി. ഇപ്പൊ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് ഗുഡ് റിവ്യൂസ് ഇൻ വാരിയസ് മീഡിയ അബൌട്ട് ഇന്റർനാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സ്പോൺസർഡ് ബൈ MRF. അപ്പൊ അങ്ങനെ നല്ല നല്ല സംഭവങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയെ കുറിച്ച് ആളുകൾക്കിടയിൽ എന്തുണ്ടാവും? നല്ല പ്രചാരമുണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ് അഡ്വർടൈസിങ്ങും പബ്ലിസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? ചിലതൊക്കെ ഇപ്പൊ നമ്മുടെ ഫീച്ചറിൽ തന്നെ പറഞ്ഞു. ഒന്നിന് സ്പോൺസർ ഉണ്ട്, ഒന്നിന് സ്പോൺസർ ഇല്ല. ഒന്നിന് പേയ്മെന്റ് ഉണ്ട്, ഒന്നിന് പേയ്മെന്റ് ഇല്ല. അതിൽ ഫസ്റ്റിൽ അതന്നെയാ പറയുന്നത്. ഒന്ന് പേയ്മെന്റ്, അഡ്വർടൈസിങ്ങിൽ സ്പോൺസർ പേയ്മെന്റ് ഉണ്ട്, പബ്ലിസിറ്റിയിൽ പേയ്മെന്റ് ഇല്ല. അഡ്വർടൈസിങ്ങിൽ സ്പോൺസർ ഉണ്ട്, പബ്ലിസിറ്റിയിൽ സ്പോൺസർ ഇല്ല. ദെൻ കണ്ടന്റ് എന്ന് പറയുന്നത് കമ്പനി ഹാസ് ടോട്ടൽ കൺട്രോൾ ഓവർ കണ്ടന്റ്. അഡ്വർടൈസിങ്ങിൽ, പബ്ലിസിറ്റിയിൽ അങ്ങനെയല്ല. കമ്പനിക്ക് കൺട്രോൾ ഇല്ല, ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രചാരമാണ്. പിന്നെ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഷെഡ്യൂൾ ചെയ്യാം. അഡ്വർടൈസിങ്, പബ്ലിസിറ്റി ഷെഡ്യൂൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇന്റന്റ്, നമ്മളുടെ ഇന്റന്റ് എന്താ? പരസ്യം കൊടുക്കുമ്പോൾ ഫേവറബിൾ ഇംപ്രഷൻ കമ്പനിയെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും, എന്നിട്ട് സെയിൽസ് ഇൻക്രീസ് ചെയ്യാം. അപ്പുറത്ത് അങ്ങനെയല്ല. ആ പ്രോഗ്രാം എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അവർക്ക് ഫേവറബിളോ അൺഫേവറബിളോ ആയ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം. ക്രെഡിബിലിറ്റി എന്ന് പറയുമ്പോൾ ലോ ടു മോഡറേറ്റ് ആണ് അഡ്വർടൈസിങ്ങിൽ, ഹൈ ക്രെഡിബിലിറ്റി ആണ് പബ്ലിസിറ്റിയിൽ വരുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പബ്ലിസിറ്റിക്കും എന്തുണ്ട്? അഡ്വാൻറ്റേജും ലിമിറ്റേഷനും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്കിടയിലാണ്. അതായത് പലരും നോട്ട് ഓർഡിനറിലി പേ അറ്റൻഷൻ ടു അഡ്വർടൈസിങ്ങിനോ സെയിൽസ് പ്രൊമോഷനോ സെയിൽസ് പീപ്പിളോ അവരൊന്നുമില്ലാതെ നമ്മൾക്ക് ആളുകൾക്കിടയിൽ കിട്ടുന്ന, അവർക്കിടയിൽ പ്രചരിക്കുന്നു. പിന്നെ ഗ്രേറ്റർ ക്രെഡിബിലിറ്റി ആണ്, വെരി എക്സ്പെൻസീവ് ആണ്. കാരണം അതായത് അഡ്വർടൈസിങ് വളരെ ചെലവ് കൂടിയതാണ്. ഇതെങ്ങനെയാണ്? ഇൻഎക്സ്പെൻസീവ് ആണ്, നമ്മൾക്ക് ഒരു ചെലവും വരുന്നില്ല. നോ പേയ്മെന്റ് അല്ലേ. പിന്നെ ഇൻട്രസ്റ്റ്, അതായത് ചില പ്രോഡക്റ്റ് കാറ്റഗറിയിൽ, ഇപ്പോൾ അതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട് എഗ്സ് ആൻഡ് മിൽക്ക്. ഗവൺമെന്റ് കൊടുക്കുന്ന പല പബ്ലിസിറ്റി പ്രോഗ്രാമിലും ആളുകൾക്കിടയിൽ പോഷക ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. പിന്നെ ലിമിറ്റേഷൻസ് പറയുമ്പോൾ അഡ്വർടൈസേഴ്സിന് യാതൊരു കൺട്രോളും ഇല്ല. മീഡിയ എഡിറ്റേഴ്സിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആളുകൾക്കിടയിൽ പ്രചാരത്തിൽ വരുന്നതാണ്. ചിലപ്പോൾ സബ്ജക്ട് മാറ്റർ അൺടൈംലി ആയിട്ടും പ്രചരിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ന്യൂസ് വർത്തി അല്ല എങ്കിൽ കൂടിയും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പബ്ലിസിറ്റി നമ്മൾക്ക് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാം? ഒന്ന്, ന്യൂസ് റിലീസാണ്. നമ്മുടെ കമ്പനിയെ കുറിച്ചോ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചോ ഒക്കെ നമ്മളൊരു ന്യൂസ് റിപ്പോർട്ട് പോലെ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കാം. അത് റിലീസ് ചെയ്യാം. നമ്മൾ പേപ്പറുകാരെയൊക്കെ വിളിച്ചിട്ട് പ്രസ് റിലീസ് നടത്തില്ല, അങ്ങനെ. അല്ലെങ്കിൽ ഫീച്ചർ ആർട്ടിക്കിൾസ്, സ്പെഷ്യൽ ഫീച്ചേർഡ് സ്റ്റോറീസ് ഒക്കെ ആയിട്ട് ലേഖനങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ എക്കണോമിക് ടൈംസ് അങ്ങനെയൊക്കെ പ്രശസ്തമായ മാഗസിൻസിലൊക്കെ ലേഖനങ്ങൾ കൊടുക്കാം. അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട്
മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫങ്ഷൻസിനെ കുറിച്ചോ ഉള്ള ഫോട്ടോഗ്രാഫ്സോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്തു. ദെൻ ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ, നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് റെസ്പോൺസ് ഒക്കെ അതിൻ്റെ മാഗസിൻസിൻ്റെയോ ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഒക്കെ എഡിറ്റേഴ്സിന് റെസ്പോൺസ് അയച്ചു കൊടുത്ത് അങ്ങനെ പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടാം. ദെൻ ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ, നമ്മൾക്ക് ഫിലിമോ സ്ലൈഡോ വീഡിയോസോ ഓഡിയോസ് കാസറ്റ്സോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ടി വിയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക, റേഡിയോ സ്റ്റേഷൻസിലേക്കോ ബ്രോഡ്കാസ്റ്റിങ്ങിനോ വേണ്ടി സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പബ്ലിസിറ്റി ക്രിയേഷൻ നടത്താം. അത് ജനറേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ചിലപ്പോൾ ചിലത് കമ്പനി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കില്ല, എങ്കിൽ കൂടിയും ഏതെങ്കിലും സ്പെഷ്യൽ ഫങ്ഷൻ കമ്പനിയുടെ പബ്ലിസിറ്റിക്ക് കാരണമായി തീരാറുണ്ട്. അത്രയാണ് നമ്മൾക്ക് ഈ യൂണിറ്റ് 16 അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്.